താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താഴ്മയോടെ ഇരിപ്പിയെന്ന പരിശുദ്ധനായ പത്രോസ്ലിഹ എഴുതിയ വാക്യഭാഗത്തോട് പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതത്തെ ചേർത്ത് ചിന്തിക്കുമ്പോൾ രക്ഷകനായ മിശിഹായെ കൈക്കൊള്ളുവാൻ താഴ്മയോടെ കാത്തിരുന്നതിനാലാണ് ദൈവം തന്റെ പ്രിയപുത്രന്റെ മാതാവാകുവാൻ മറിയത്തെ തെരഞ്ഞെടുക്കുവാൻ കാരണമായത്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ സന്ദേശത്തിന് തന്നെ താഴ്ത്തിയ പരിശുദ്ധ മറിയം ദൈവസിംഹാസനം വരെ ഉയരുവാൻ ഇടയായി. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുവെന്ന് തന്റെ സ്തോത്രഗാനത്തെ മറിയം പറഞ്ഞതിന്റെ പൂർത്തീകരണമാണല്ലോ പരിശുദ്ധ സഭ ശുദ്ധിമതികളെ ശുദ്ധിമതി എന്ന് പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിക്കുന്നത്. സ്ലീബാ കാലത്തെ 3-ാം മണി നമസ്കാരത്തിൽ യാക്കോബിന്റെ ബോസിൽ നാം ഇപ്രകാരം പാടുന്നുവല്ലോ, മറിയാമ്മയെ പോലെ ആരും താഴ്മപ്പെട്ടിട്ടില്ല, എന്നാൽ അവളെ പോലെ ആരും ഉയർത്തപ്പെട്ടിട്ടുമില്ല. അതേ പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് പരിശുദ്ധ അമ്മ നമ്മോടും പറയാൻ ആഗ്രഹിക്കുന്ന ഇത് തന്നെയാണ്. ക്രൂശ് മരണത്തോളം താഴ്മപ്പെട്ട ദൈവപുത്രനെ പോലെ താഴ്മയുള്ള ഒരു ജീവിതം നയിക്കുവാനാണ്. തീർച്ചയായും ഒരു ഉയർപ്പുണ്ടാകും. അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ.